ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ആൾ പാടുന്ന പാട്ടാണ്, കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തിയെ പാടുന്ന പാട്ടാണ്. അവർ എവിടെയുള്ള ആളാണെന്നോ ഒന്നും അറിയില്ല, പക്ഷെ ഒരു പള്ളിയിൽ വെച്ച് പാടുന്ന ഒരു പാട്ടാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ പാട്ട് പാടുന്നത്. ഇത്ര പ്രായത്തിലും യാതൊരു സൗണ്ട് സിസ്റ്റത്തിന്റെയോ മറ്റോ ഒന്നും സഹായമില്ലാതെ ഇത്രക്കും മനോഹരമായി ഇദ്ദേഹം പാടുക ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ നല്ല സമയത്ത് എത്ര മനോഹരമായിട്ട് ഇദ്ദേഹം പാട്ട് പാടിയിട്ടുണ്ടാകാം. ഏതായാലും ആ പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാം. നിന്നെ നീട്ടി വിളിക്കുന്ന നാമം മറയും, മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റി പറയും. നിന്റെ റൂഹ് നിന്നിൽ നിന്ന് പോയി അകലും, ഉറ്റവരെല്ലാരും ചുറ്റും നിന്ന് കരയും. വല്ലാത്തൊരവസ്ഥയിൽ നീറും, വെപ്രാളത്താൽ നീയും പുളയും. ഖുർആനിൻ ധ്വനികൾ നിന്നുയരും, കുളിപ്പിക്കുവാൻ ജനം മുതിരും. നിലം വിട്ടി ചാടല്ലേ മോനെ, നിലമാറം നാടല്ലേ കരളേ. കെട്ടി കെട്ടി 3 കെട്ട് മുറുക്കി കെട്ടി, 6 കാലിൽ കട്ടിലിൽ നിന്നെയും കെട്ടി. കെട്ടി കെട്ടി 3 കെട്ട് മുറുക്കി കെട്ടി, 6 കാലിൽ കട്ടിലിൽ നിന്നെയും കെട്ടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി, ഭാര്യ മക്കളോടും പോലും വിടയും ചൊല്ലി. പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, തിരികെ വരാത്തൊരു യാത്ര. തിരക്കൊന്നുമില്ലാത്ത യാത്ര, പരലോകത്തേക്കുള്ള യാത്ര. നിലം വിട്ടി ചാടല്ലേ മോനെ, നിലമാറം നാടല്ലേ കരളേ. കൂട്ടുകാരെല്ലാരും നിന്നെ കബറിൽ വെക്കും, കൂട്ടിനായി മുൻകറിനെ കീറവിടെയെത്തും. അനങ്ങാൻ പറ്റാത്ത വിധം കബറിടുക്കും, അയകേറും നിന്റെ മേനി പുഴുക്കൾ തിന്നും. റബ്ബേ നീ കാത്തിട് എന്നെ, മരണം നന്നാക്കിട് കോനെ. വളരെ അർത്ഥവത്തായ വരികൾ, വളരെ മനോഹരമായി പാടുന്നത്. ഈ മാപ്പിളപ്പാട്ട് എന്നത് ഇന്നത്തെ പോലെ മുഞ്ചും കുഞ്ചും ഒക്കെ ചേർത്ത് അശ്ലീല ഇതിലില്ല. മുമ്പത്തെ മാപ്പിളപ്പാട്ടുകൾക്കൊക്കെ വളരെ അർത്ഥവത്തായ വരികളായിരുന്നു, വളരെ ഹീനത്തിലുള്ള ആലാപനങ്ങളായിരുന്നു. പക്ഷെ ഇന്നത്തെ മാപ്പിളപ്പാട്ടിനെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു വിഭാഗം, മാപ്പിളപ്പാട്ട് എന്നത് ഒരു പ്രേമവും അതിന് ചില മസാലകളും ഒക്കെ ചേർത്തുകൊണ്ട് നല്ല രീതിയിലേക്ക് അകപ്പതിച്ചു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് പഴയകാല മാപ്പിളപ്പാട്ടുകൾ. ഈ വ്യക്തി അത്രക്കും മനോഹരമായിട്ടാണ് പാടുന്നത്. അദ്ദേഹത്തിന് കാഴ്ചയിൽ എൻ്റെ ഒരു വീക്ഷണത്തിൽ 70 വയസ്സിന് മുകളിൽ ഉണ്ട് എന്നാണ്. എന്നിട്ടും ഈ പ്രായത്തിലും ഇത്രക്കും മനോഹരമായി പാടുവാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ നല്ല കാലത്ത് എത്ര മനോഹരമായിട്ടായിരിക്കും പാടിയിട്ടുണ്ടാകുക. അതുകൊണ്ട് ഇവർക്ക് ഈ പാട്ട് പാടിയ ആ വ്യക്തിക്ക്, ആ ഉപ്പാക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ഗാനങ്ങൾ ആലപിക്കാനുള്ള കഴിവ് സർവശക്തൻ കൊടുക്കട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.